ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ബേസിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റോട് കൂട്ടി നിങ്ങൾ കേട്ട് പ്രാക്ടീസ് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊരു ക്ലാസ് ആയിരിക്കും, ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്തിട്ട് എന്നെ അറിയിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് പറയാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കില്ലേ? എനി പ്രോബ്ലം, എന്തെങ്കിലും പ്രശ്നം. ആർക്കറിയാം? ഹൂ നോസ്, ആർക്കറിയാം? ഹൂ നോസ്. ഓക്കെ, എൻ്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു. ഐ ലോസ്റ്റ് മൈ മൊബൈൽ ഫോൺ. ഇത് വളരെ സഹായകരമാണ്. ദിസ് ഈസ് വെരി ഹെൽപ്ഫുൾ. ഇത് വളരെ ഉപകാരപ്രദമാണ്. ദിസ് ഈസ് വെരി യൂസ്ഫുൾ. ഇത് വളരെ എളുപ്പമാണ്. ദിസ് ഈസ് വെരി ഈസി. ഓക്കെ, അത് വളരെ കൂടുതലാണ്. ദാറ്റ്സ് ടു മച്ച്. ഓക്കെ, നെക്സ്റ്റ്, അത് വാങ്ങിക്ക്. ബൈ ഇറ്റ്, അത് വാങ്ങിക്ക്. അത് വിറ്റേക്ക്, അത് വിൽക്ക്. സെൽ ഇറ്റ്. ഓക്കെ, ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്ക്. ബൈ എ മൊബൈൽ ഫോൺ. എനിക്കൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു താ. ബൈ മീ എ ചോക്ലേറ്റ്. എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു താ. എനിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു താ. ബൈ മീ സംതിങ്. എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു താ. അത് കാര്യമായിട്ട് എടുക്കരുത്. ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അത് കാര്യമായിട്ട് എടുക്കരുത്. ഇനി അത് കാര്യമായിട്ട് എടുക്കണം. ഇതെങ്ങനെയാ പറയാ? ടേക്ക് ഇറ്റ് സീരിയസ്. ഇത് സീരിയസ് ആയിട്ട് എടുക്കണം എന്നാട്ടോ. നെക്സ്റ്റ്, നീ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് യു ആർ റൈറ്റ്. ഇനി നീ പറഞ്ഞത് കള്ളമാണെന്ന് എനിക്ക് തോന്നുന്നു എന്നെങ്ങനെയാ പറയാ? ഐ തിങ്ക് യു ആർ റോങ്. നീ പറഞ്ഞത് കള്ളമാണെന്ന് തോന്നുന്നു. ആലോചിച്ച് സംസാരിക്കൂ. എങ്ങനെ പറയാം? തിങ്ക് ആൻഡ് സ്പീക്ക്. ആലോചിച്ച് ചെയ്യൂ. തിങ്ക് ആൻഡ് ഡു. ആലോചിച്ച് ചെയ്യൂ. ആലോചിച്ച് എഴുതൂ. തിങ്ക് ആൻഡ് റൈറ്റ്. ആലോചിച്ചിട്ട് എഴുതൂ. വന്ന് എന്നെ ഒന്ന് സഹായിക്ക്. കം ആൻഡ് ഹെൽപ്പ് മീ. വന്ന് എന്നെ ഒന്ന് സഹായിക്കൂ. വന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. കം ആൻഡ് ഹെൽപ്പ് അസ്. വീണ്ടും ശ്രമിക്കൂ. ട്രൈ അഗെയിൻ. വീണ്ടും ശ്രമിക്കൂ. അതെയോ? ഈസ് ഇറ്റ്? അതെയോ? ഞാനിതാരോടും പറയില്ല. I won't tell this to anyone. won't will not ആട്ടോ. will നോട്ടിൻ്റെ ഷോർട്ടാണ് നമ്മൾ won't എന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ. I won't tell this to anyone. ഞാനിതാരോടും പറയില്ല. ഞാൻ നടന്ന് മടുത്തു. I'm tired of walking. ഞാൻ ഇരുന്ന് മടുത്തു. I'm tired of sitting. ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്ന് മടുത്തു. I'm tired of sitting alone here. അവൾ നേരത്തെ എത്തി. She arrived early അല്ലെങ്കിൽ she reached early എന്നും പറയാം കേട്ടോ. നെക്സ്റ്റ് വൺ, ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യൂ. Do as I do. ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കുക. Speak as I speak അല്ലെങ്കിൽ talk as I talk. അതിന് ശരിക്കും സമയമെടുക്കും. എങ്ങനെ പറയാം? It really takes time. അതിന് ശരിക്കും സമയമെടുക്കും കേട്ടോ. It really takes time എന്ന് പറയാം കേട്ടോ. It's really take time. ഓക്കെ, അവളുമായി ഞാൻ അത്രയ്ക്ക് സുഖത്തിലല്ല. ഞാൻ അത്രയ്ക്ക് നല്ല ഒരു ബന്ധത്തിലല്ല. ഐ എം നോട്ട് ഗുഡ് അറ്റ് ഹർ. ഞാൻ അവളുമായിട്ട് അത്ര സുഖത്തിലല്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുക. സ്പീക്ക് സംതിങ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. സേ സംതിങ്. ഒറ്റയ്ക്ക് പോകൂ.
ഗോ എലോൺ, ഗോ എലോൺ, ഒറ്റയ്ക്ക് പോകൂ. വീട്ടിലേക്ക് വരൂ, കം ഹോം, കം ഹോം, വീട്ടിലേക്ക് വരൂ. വീട്ടിലേക്ക് പോകൂ, ഗോ ഹോം, ഗോ ഹോം. ഓക്കെ, പോയിട്ട് അവനെ കാണ്, ഗോ ആൻഡ് സീ ഹിം, ഗോ ആൻഡ് സീ ഹിം, പോയിട്ട് അവനെ കാണ്. പുറത്ത് കാത്തു നിൽക്കൂ, പുറത്ത് വെയിറ്റ് ചെയ്യൂ. എങ്ങനെ പറയാം? വെയിറ്റ് ഔട്ട്സൈഡ്, വെയിറ്റ് ഔട്ട്സൈഡ്. എല്ലാവരും അകത്താണോ? ഈസ് എവരി വൺ ഇൻസൈഡ്? എല്ലാവരും അകത്താണോ? എവരി വൺ ഇൻസൈഡ്? എല്ലാവരും അകത്താണോ? ഈസ് എവരി വൺ ഇൻസൈഡ്. ഇനി എല്ലാവരും പുറത്താണോ? ഈസ് എവരി വൺ ഔട്ട്സൈഡ്? ഈസ് എവരി വൺ ഔട്ട്സൈഡ്. ഓക്കെ, ആരെ പറ്റി? ഇതെങ്ങനെ ചോദിക്കാം? ആരെ പറ്റി? എബൌട്ട് ഹും, എബൌട്ട് ഹും. എബൌട്ട് പറ്റി അല്ലെങ്കിൽ കുറിച്ച് എന്നൊക്കെയാണ് മീനിങ് കേട്ടോ. ആരെ പറ്റി എന്നാകുമ്പോൾ എബൌട്ട് ഹും, ആരെ പറ്റി. ഇനി നിങ്ങൾ സിസ്റ്റേഴ്സ് ആണോ? ആർ യു സിസ്റ്റേഴ്സ്? ആർ യു സിസ്റ്റേഴ്സ്? നിങ്ങൾ ബ്രദേഴ്സ് ആണോ? ആർ യു ബ്രദേഴ്സ്? ആർ യു ബ്രദേഴ്സ്? നിങ്ങൾ റിലേറ്റീവ്സ് ആണോ? ആർ യു റിലേറ്റീവ്സ്? ആർ യു റിലേറ്റീവ്സ്? നിങ്ങൾ ട്വിൻസ് ആണോ? ഇരട്ടകളാണോ? ആർ യു ട്വിൻസ്? ആർ യു ട്വിൻസ്? ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? ഫോർ വാട്ട്, ഫോർ വാട്ട്, എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ട്? ഫോർ വാട്ട് പേർപ്പസ്, ഫോർ വാട്ട് പേർപ്പസ്. എവിടെ നിന്ന്? ഫ്രം വേർ, ഫ്രം വേർ, എവിടെ നിന്ന്. ദാ ഇപ്പോൾ, ജസ്റ്റ് നൗ, ജസ്റ്റ് നൗ, ദാ ഇപ്പോൾ. ഓക്കെ, ഇനി അത് വിട്, അത് നീ വിട്ടേക്ക് എന്നൊക്കെ പറയില്ലേ, അത് വിട്. ലീവ് ഇറ്റ്, ലീവ് ഇറ്റ്, പ്ലീസ് നീ അത് വിട്ടേക്ക്. പ്ലീസ് ലീവ് ഇറ്റ്, പ്ലീസ് ലീവ് ഇറ്റ് എന്ന് പറയാം കേട്ടോ. ഇനി ഇപ്പം തന്നെ ചെയ്യും, അതിപ്പം തന്നെ ചെയ്യും. ഡു ഇറ്റ് റൈറ്റ് നൗ, ഡു ഇറ്റ് റൈറ്റ് നൗ, അതിപ്പം തന്നെ ചെയ്യും, നിമിഷം തന്നെ ചെയ്യും കേട്ടോ. അതെങ്ങനെയെങ്കിലും ചെയ്യും. ഡു ഇറ്റ് എനി ഹൗ, ഡു ഇറ്റ് എനി ഹൗ, അതെങ്ങനെയെങ്കിലും ചെയ്യും. അത് പിന്നീട് ചെയ്യും. ഡു ഇറ്റ് ലേറ്റർ, ഡു ഇറ്റ് ലേറ്റർ, അത് പിന്നീട് ചെയ്യും. അത് പെട്ടെന്ന് തന്നെ ചെയ്യും. ഡു ഇറ്റ് ഫാസ്റ്റ്, ഡു ഇറ്റ് ഫാസ്റ്റ്, പെട്ടെന്ന് ചെയ്യും. ഡു ഇറ്റ് ഫാസ്റ്റ്. അതിപ്പോൾ ചെയ്യരുത്, അതിപ്പോൾ ചെയ്യരുത്. ഡോണ്ട് ഡു ഇറ്റ് നൗ, ഡോണ്ട് ഡു ഇറ്റ് നൗ, അതിപ്പോൾ ചെയ്യരുത്. ഡോണ്ട് ഡു ഇറ്റ് നൗ. അവിടെ ഇരിക്കരുത്. ഡോണ്ട് സിറ്റ് ദർ, ഡോണ്ട് സിറ്റ് ദർ, അതിൽ തൊടരുത്. ഡോണ്ട് ടച്ച്, ഡോണ്ട് ടച്ച്, അത് തൊടരുത്. ഡോണ്ട് ടച്ച്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും മതി. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഡെയിലി കോൺവെർസേഷനിൽ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സായിട്ട് കാണാം. താങ്ക് യു.